ഞാൻ എനിക്ക് മാത്രമായിട്ട് ജീവിക്കുന്നൊരു ജീവിതമാണെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ കിനാവുകൾ, എൻ്റെ പൂതികൾ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കണമെങ്കിൽ അതിന് ഹോസ്റ്റൽ എന്ന് പറയാ. വീടല്ലത്. വീടെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കൂടെ ജീവിക്കുന്ന 4 ആളുണ്ടെങ്കിൽ ആ 4 ആളുകൾക്കും വേണ്ടി ഞാൻ ജീവിക്കല, ആ 4 ആളുകൾ എനിക്ക് വേണ്ടി ജീവിക്കല. അപ്പോഴേ അത് വീടാവുള്ളൂ. ഒരു ചെങ്ങല പോലെ. നമ്മുടെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ട് കുറേയായി, ഒരു 10 വർഷത്തോളമായി. ഉമ്മ മരിച്ചിട്ട് 10 വർഷത്തിലേറെയായി. അപ്പോൾ നമ്മളിങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ വണ്ടൂരിനടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മുടെ തറവാടൊക്കെ. അവിടെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വാപ്പൻ്റെ അനുജനുണ്ട്, കുഞ്ഞളാപ്പ എന്നാണ് നമ്മൾ വിളിക്കുക, വാപ്പൻ്റെ ചെറിയ അനുജൻ. അപ്പോൾ ഈ അനുജൻ മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഇപ്പം ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ ഇങ്ങനെ തൊടും, അദ്ദേഹത്തെ ഇങ്ങനെ പിടിക്കും. യാത്ര പറഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കും, അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കും, അങ്ങനെയൊക്കെ ചെയ്യും. മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. മുമ്പ് അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. മുമ്പ് അദ്ദേഹത്തെ കാണുന്നതാണ്, മുമ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഇങ്ങനെ യാത്ര പറഞ്ഞ് പോരുമ്പോൾ നമ്മളിങ്ങനെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അത് ശരിക്കും ആസ്വദിക്കുന്നത് കാണാം. എന്നെ വിടൂല, കുറേ സമയം ഇങ്ങനെ പിടിക്കും. നെറ്റിയിൽ ഉമ്മ കൊടുക്കുമ്പോഴേ എന്നെ വിടൂല, കുറേ സമയം ഇങ്ങനെ പിടിക്കും. അപ്പം ഞാനും ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണൊക്കെ നിറയും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, മുമ്പൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം എനിക്ക് മനസ്സിലായി ആ ഉമ്മ കൊടുക്കുന്നത് മുഴുവനും എൻ്റെ വാപ്പാക്കാണ്. വാപ്പാക്ക് കൊടുത്തിട്ടില്ല. വാപ്പാക്ക് സലാം പറഞ്ഞ് കൈയ്യൊടുക്കാൻ പോലും പേടിയായിരുന്നു. വാപ്പാനോട് കുറച്ചിങ്ങനെ അകലം ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വാപ്പനോട് അത്ര അങ്ങനെ അടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? വാപ്പന്മാരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ വാപ്പന്മാർ കുറേയൊക്കെ അങ്ങനെയായിരുന്നു. അവരുടെ തിരക്കുകളാവാം, പല കാരണങ്ങൾ അതിനുണ്ടാവും. അന്നത്തെ അലച്ചിലാവാം, ജീവിക്കാനുള്ള അവരുടെ പ്രയാസങ്ങളാവാം. ഇന്നത്തെ പോലെ അല്ലല്ലോ. അടുത്ത നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അവരുടെ വലിയ പ്രശ്നമാണ്. ഇന്നൊരു മാസത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ അടുത്ത് ഉണ്ടാവും. അന്ന് അടുത്ത നേരത്തെ ഭക്ഷണം പോലും അവരുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയായിരുന്നു. അതുകൊണ്ട് വല്ലാതെ സ്നേഹിക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, വാപ്പാക്ക് കൊടുക്കാതെ പോയ സ്നേഹമാണ്, വാപ്പാക്ക് കൊടുക്കാതെ പോയ ഉമ്മകളാണ് കുഞ്ഞളാപ്പാക്ക് കൊടുക്കുന്നതെന്ന് മനസ്സിലായി. ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർ മലക്കുകളല്ല, മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം, അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. രാവിലെ കണ്ട ആളാവില്ല വൈകുന്നേരം ആവുമ്പോൾ, ഇന്നലെ കണ്ട ആളാവില്ല ഇന്ന് കാണുമ്പോൾ. മനുഷ്യന്മാർക്ക് പരിമിതികളുണ്ട്, മനുഷ്യന്മാർക്ക് പോരായ്മകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ 800 കോടി മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് മനുഷ്യന്മാർ അവരുടെ പോരായ്മകളോട് സ്നേഹിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് അത് സ്നേഹമാകുന്നത്. അല്ലെങ്കിൽ അത് സ്നേഹമല്ല. അവരുടെ പോരായ്മകളോട് സ്നേഹിക്കാൻ എപ്പോഴാണോ കഴിയണത് അപ്പോഴാണ് അത് സ്നേഹമാകുന്നത്. നിങ്ങൾക്ക് 4 പെൺകുട്ടികളുണ്ടെന്ന് വിചാരിച്ചോളൂ. 4 പെൺകുട്ടികളിൽ 3 പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഒരു കുട്ടി ഡിവോഴ്സായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. വിവാഹമോചിതയായി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ ഏറ്റവും സ്നേഹം കിട്ടേണ്ടത് ആർക്കാണെന്നറിയോ? ആ ഡിവോഴ്സായി തിരിച്ചു വന്ന മോൾക്കാണ്. ബൈബിളിലൊരു കഥയുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു കഥയാണ്. ഒരു രാജാവിൻ്റെ ശില്പം ഒരാൾ ഉണ്ടാക്കുക. രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്.
ഇരുമ്പ് പോലെയുള്ള കട്ടിയുള്ള ലോഹങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ മനുഷ്യനാണ്, ഏറ്റവും വലിയ ആളാണ്. ആ ആളുടെ ശില്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെന്താണെന്നറിയോ? കാൽപാദം. കാൽപാദം ശരിക്കും കാൽപാദമാണ് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കേണ്ടത് അല്ലേ? ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും കാൽപാദത്തിനല്ലേ കിട്ടുന്നത്? കാൽപാദമല്ലേ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്? പകരം കാൽപാദം ഉണ്ടാക്കുന്നത് തൊട്ടാൽ പൊടിയുന്ന കളിമണ്ണുണ്ട്, ബാക്കിയുള്ളതൊക്കെ നല്ല കട്ടിയുള്ള ഇരുമ്പുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ? എന്താ സംഭവം എന്നറിയോ? എത്ര വലിയ ആളാണെങ്കിലും, എത്ര മഹാനായ ആളാണെങ്കിലും, എത്ര ഭക്തയായ ആളാണെങ്കിലും, എത്ര പഠിച്ചവനെ പേടിയുണ്ട് നമ്മൾ പറയുന്ന ആളാണെങ്കിലും, മനുഷ്യനാണോ? അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ഒരു പ്രലോഭനത്തിൽ അയാൾ വീണു പോയേക്കാം. ഒരു സാഹചര്യം വരുമ്പോൾ അയാളുടെ അടുത്ത് തെറ്റുകൾ വന്നു പോയേക്കാം. ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണിൻ്റെ കാൽപാദം പോലെയാണ് മനുഷ്യന്മാരുടെയൊക്കെ മനസ്സ്. അപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ആ പോരായ്മകളോടെ ഒരാളെ സ്നേഹിക്കലാണ്. അതാ, നിങ്ങൾ MT വാസുദേവൻ നായരെ കേട്ടിട്ടില്ലേ? ഈ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അദ്ദേഹം പറയാ, എന്നോട് സ്നേഹമുള്ള 10,000-കണക്കിന് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം, അതെനിക്കറിയാം. പക്ഷേ അവരൊന്നും എനിക്ക് വേണ്ട. അവർക്കൊന്നും അറിയാത്ത ഒരു MT ഉണ്ട്, അവർക്കൊന്നും അറിയാത്ത ഒരു MT വാസുദേവനുണ്ട്. ദേഷ്യപ്പെടുന്ന ഒരു MT വാസുദേവൻ, വാശി കാണിക്കുന്ന ഒരു MT വാസുദേവൻ, ചൂടാകുന്ന ഒരു MT വാസുദേവൻ, സങ്കടപ്പെട്ട് കിടക്കുന്ന ഒരു MT വാസുദേവൻ. ആ ആളെ നാട്ടുകാർക്കൊന്നും അറിയില്ല. ആ ആളെ അറിയുന്ന ഒരാളുണ്ട്, എനിക്ക് അയാളെ മതി. അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നാട്ടുകാർക്കൊക്കെ അറിയുന്ന MT വാസുദേവൻ നായർ എഴുത്തുകാരനാണ്, സാഹിത്യകാരനാ, നോവലിസ്റ്റൊക്കെയാ. അതുകൊണ്ടൊക്കെ അവർക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹം ഉണ്ടാവും. പക്ഷേ ഞാൻ ദേഷ്യപ്പെടുന്ന ഒരാളുണ്ട്, ഞാൻ വാശി കാണിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ പോരായ്മകളൊക്കെ അറിയുന്ന ഒരാളുണ്ട്. എന്നിട്ടും അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അയാളാണ് ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാശി കാണിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം എവിടെയാ? നമ്മുടെ വീടാണ് അല്ലേ? നമുക്ക് നമ്മളാകാനുള്ള സ്ഥലമാണ്. പുറത്ത് നമ്മൾ പലതുമാണ്. മാഷായിരിക്കും, ഡോക്ടറായിരിക്കും, എൻജിനീയറായിരിക്കും, കച്ചവടക്കാരനായിരിക്കും, അങ്ങനെ പലതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുന്നൊരു സ്ഥലമാണ് നമ്മൾ വീട്. ആ വീട്ടിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ അവിടെ നമ്മളോട് കാരുണ്യമുള്ള മനുഷ്യന്മാരുണ്ടാവണം. അതാ, നമ്മളെല്ലാം കഴിഞ്ഞ് വണ്ടി ഓഫ് ചെയ്ത് ഗേറ്റ് അടച്ച് കയറി ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് സമാധാനം ഉണ്ടാവണം. നമ്മൾ സാധാരണ ബർക്കത്ത് എന്ന് പറയില്ലേ? ബർക്കത്ത് എന്താണ്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളം പോലെ പരിചയമുള്ള വാക്കാണ് ബർക്കത്ത്. മലയാളം പോലെ തന്നെ ബർക്കത്ത് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് എല്ലാവരും. ശരിക്കും എന്താണ് ബർക്കത്ത്? നമ്മൾ സാധാരണ ബർക്കത്ത് എന്ന് പറയാറുള്ളത് നല്ലോണം പൈസ ഉള്ള ആളുകളെ കുറിച്ചാണ് അല്ലേ? സാധാരണ അങ്ങനെയല്ലേ? നല്ലോണം പൈസ ഉള്ള ആളുകളെ കുറിച്ച് പറയും, അവർക്ക് നല്ല ബർക്കത്താന്ന് പറയും. ശരി, എന്നാൽ നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത്? അയാളെന്താ പറയുക? നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് ബർക്കത്ത് എന്താണെന്ന് ചോദിച്ചു നോക്കൂ, അയാൾ പൈസ എന്ന് പറയുമോ? അയാൾ പറയണൊരു വാക്കുണ്ട്, മനസ്സമാധാനം എന്ന് പറയും. അപ്പം എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? അത് മനസ്സമാധാനമാണ്. അത് നല്ലോണം പൈസ ഉള്ള വീട്ടിലുണ്ടാവാം, പൈസ ഇല്ലാത്ത വീട്ടിലുണ്ടാവാം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ്. മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന, അതിലേറെ സമാധാനത്തോടെ ഉണരാൻ പറ്റുന്ന അവസ്ഥയുടെ പേരാണ് ബർക്കത്ത്. മനസ്സമാധാനമാണ്. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഈ ഹൈന്ദവ തറവാടുകളില്ലേ, പഴയ തറവാടുകൾ, ആ തറവാടുകൾക്ക്
വീട് എന്ന് പറയൂല, അവർ ഇല്ലം എന്ന് പറയും. അതേപോലെ പറയുന്നൊരു വാക്കാണ് മന എന്ന് പറയും. കേട്ടില്ലേ? മന, മന, മ ന. ഇത് 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. സംസ്കൃതമാണ്. മ ന എന്ന് പറഞ്ഞാൽ 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. മാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ. വീടിന് പറയുന്ന പേരാണ് കേട്ടോ. മാ എന്ന് പറഞ്ഞാൽ ഞാൻ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം എന്തായി? ഞാനില്ല. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അത് ഞാനില്ലാത്ത സ്ഥലമാണ്. ഞാനില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞങ്ങളേ ഉള്ളൂ, നമ്മളേ ഉള്ളൂ. ഞാൻ എനിക്ക് മാത്രമായിട്ട് ജീവിക്കുന്നൊരു ജീവിതമാണെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ കിനാവുകൾ, എൻ്റെ പൂതികൾ, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കണമെങ്കിൽ അതിന് ഹോസ്റ്റൽ എന്ന് പറയാ. വീടല്ലത്. വീടെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കൂടെ ജീവിക്കുന്ന 4 ആളുണ്ടെങ്കിൽ ആ 4 ആളുകൾക്കും വേണ്ടി ഞാൻ ജീവിക്കല, ആ 4 ആളുകൾ എനിക്ക് വേണ്ടി ജീവിക്കല. അപ്പോഴേ അത് വീടാവുള്ളൂ. ഒരു ചെങ്ങല പോലെ. ചെങ്ങല വളരെ ശക്തിയുള്ളതാണ്, നല്ല കട്ടിയുള്ള ഒരു സാധനമാണ്, ഒരു ആയുധമാണ് ചെങ്ങല. ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നാൽ മതി, ചെങ്ങലയുടെ ശക്തി പോവും. എല്ലാ കണ്ണിയും കേടുവരണ്ടല്ലോ. ഒരു കണ്ണി കേടുവന്നാൽ ചെങ്ങലയിലെ മുഴുവൻ കണ്ണികളുടെയും ശക്തി ഇല്ലാതാകുന്നത് പോലെ കുടുംബം. ഒരാൾ മതി ഒരു വീടിൻ്റെ സമാധാനം കളയാൻ. മദ്യപിച്ചു വരുന്ന ഒരാളുണ്ടായാൽ മതി, സന്തോഷത്തോടെ ഒരാൾ അവിടെ വാതിൽ തുറക്കൂല. അയാളുടെ കുട്ടികൾ അയാളുടെ അടുത്തേക്ക് ഓടി വരൂല, കട്ടിലിനുള്ളിലേക്ക് പോയി ഒളിക്കും. ആ വീട്ടിലെല്ലാവരും കള്ള് കുടിച്ചിട്ടില്ല, ഒരാളെ കുടിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു വീടിൻ്റെ മുഴുവനും സമാധാനം നഷ്ടപ്പെടുന്നു. വീടിൻ്റെ സമാധാനം നിലനിർത്തുക എന്ന് പറയുന്നത് കഠിനമായൊരു പ്രവർത്തനമാണ്, ചെറിയ കാര്യമല്ല, ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ എന്തോ പറഞ്ഞു, അത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ തിരിച്ചു പറഞ്ഞ് മറിച്ച് പറഞ്ഞ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി. ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു എനിക്കും ഭക്ഷണം വേണ്ട. അന്നവിടെ ആരും ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം ഉമ്മ ആ ഭക്ഷണം പട്ടിക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു വീടിൻ്റെ സമാധാനമാണ്. ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഒരു വീടിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. മറുപടിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് പറയൂല. എന്തിനു വേണ്ടി? എൻ്റെ ഈ വീട്ടിലെ കുട്ടികൾ സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഈ മേൽക്കൂരയുടെ താഴെ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചിലതൊന്ന് പറയാതിരുന്നാൽ മതി. നിത്യചൈതന്യ യതി എന്ന് പറയുന്ന വലിയൊരു സ്വാമിജി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വിഷമുള്ള പാമ്പാണ്, ഞാൻ വിഷമുള്ള പാമ്പാണ്, പക്ഷെ ഞാൻ ആരെയും കടിക്കൂല. അതാ, എനിക്ക് മറുപടി ഉണ്ട്, പക്ഷെ ഞാൻ പറയൂല. നീ പറഞ്ഞതിന് മറുപടി എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ പറയൂല. എന്തുകൊണ്ട് പറയില്ല? ഈ വീടിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പം സമാധാനം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. ബന്ധങ്ങളിൽ സാധാരണ ഇങ്ങനെ ഉള്ള പരിപാടികൾക്കൊക്കെ ഇങ്ങനെ പൂക്കൾ വെക്കും, കണ്ടില്ലേ? പൂക്കൾ മിക്കവാറും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂവുകളാണ് വെക്കുക. അതെന്തിനാണെന്നറിയോ? ഇന്ന് വെച്ചത് നാളെയും വെക്കാം, അടുത്ത മാസം വെക്കാം, വേണമെങ്കിൽ അടുത്ത കൊല്ലവും വെക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളായാൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ വാടൂല, തളരൂല, നിറം പോകുന്നില്ല. നല്ല പൂക്കളാണെങ്കിലോ ഇതൊക്കെ സംഭവിക്കും. നമ്മൾ മനുഷ്യന്മാരില്ലേ, പ്ലാസ്റ്റിക് അല്ല, അതാ കല്ലല്ല. നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ വാടും, നമ്മൾ തളരും, നമ്മൾ ക്ഷീണിക്കും, നമ്മൾക്ക് നിരാശ വരും, നമുക്ക് പ്രതീക്ഷകളൊക്കെ ഇല്ലാത്ത അവസ്ഥയൊക്കെ വരും, നമ്മൾ കരയും. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പ്ലാസ്റ്റിക് അല്ലാത്തതുകൊണ്ടാണ്. ഇത് പഠിച്ചോൻ പറയുന്ന വാക്കാണ്. ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? വമിൻ ആയാത്തിഹി,
അൻ ഖലഖ ലക്കും മിൻ അംഫുസിക്കും അസ്വാജ. കല്യാണത്തെക്കുറിച്ചാണ് പറഞ്ഞ, പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഇത് പറ്റും. മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ. മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്, ഫീലിങ്സ് ഉള്ള മനുഷ്യൻ, മനസ്സുള്ള മനുഷ്യൻ. അത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, അത് കല്ലല്ല, അത് ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുള്ള മനുഷ്യനാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ, കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ ഒരാൾ മനസ്സിലാക്കല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള ചരിത്രം നമുക്കൊക്കെ അറിയാലോ. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇക്കാക്കമാർക്ക് അവരോടൊരു ദേഷ്യമുണ്ടായി. ദേഷ്യമല്ല, ഒരു അസൂയുണ്ടായി. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കേട്ടോ, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഇക്കാക്കമാർക്ക് ഒരു ദേഷ്യമുണ്ടായി, അസൂയ ഉണ്ടായി. അപ്പോൾ അവരെന്താ ചെയ്ത്, അവർ ഈ കുട്ടിയെയും കൊണ്ട് ആട് മേയ്ക്കാൻ പോയി. കുട്ടിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ്, എന്നിട്ട് ആ കുട്ടിയുടെ കുപ്പായത്തിൽ ഇങ്ങനെ ആടിനെ അറുത്തിട്ട് അതിൻ്റെ ചോരയൊക്കെ ആക്കിയിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പ നമ്മളെ കുട്ടി പോയി, നമ്മളെ കുട്ടീനെ ചെന്നായ പിടിച്ചു. ചെന്നായ പിടിച്ചതല്ല, പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതാ. എന്തിനായിരിക്കും എറിഞ്ഞത്? കൊല്ലാനാണ്. അല്ലാതെ ആരെങ്കിലും വരും രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. പക്ഷെ രക്ഷപ്പെട്ടു, അത് വേറൊരു കാര്യമാണ്. രക്ഷപ്പെട്ടു. ഈജിപ്തിലെ മന്ത്രിയായി. അതാ, മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിൽ ജീവിച്ച യൂസുഫ് നബി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി. ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച മൂസാ നബി മലഞ്ചെരുവിലെ ഒരു കുടിലെത്തി. നിങ്ങൾ ആ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്നുണ്ടോ? പടച്ചോൻ്റെ പ്ലാനാണത്. നമ്മളെ ആർക്കും തകർക്കാനൊന്നും കഴിയില്ലേ. അങ്ങനെ പടച്ചോൻ ഉണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്, അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ കൊട്ടാരത്തിൽ ജീവിച്ച മൂസാ നബി മദിയനിലെ ഒരു ചെറിയ കുടിലെത്തി. മലഞ്ചെരുവിലെ ഒരു കുടിലിൽ ജീവിച്ച യൂസുഫ് നബി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി. അങ്ങനെ അവിടെ മന്ത്രിയൊക്കെയായി. വലിയ സ്റ്റോറിയാണ്, വലിയൊരു ചരിത്രമാണ്. യൂസുഫ് നബി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ടൊരു ആൺകുട്ടി ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? ഒരു ആൺകുട്ടി ഉണ്ടായി. ആ ആൺകുട്ടിക്ക് കൊടുത്ത പേരെന്താണെന്നറിയോ? വല്ലാത്തൊരു പേരാ, മനാസേഹ് എന്നാണ് പേര്. ഹീബ്രു ഭാഷയിലുള്ള പേര് മനാസേഹ്. മനാസേഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സാരല്ല, പോട്ടെ, പേരാണ്. മനാസേഹ് എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കുക. എന്തിനായിരിക്കും അങ്ങനെ ഒരു പേര് കൊടുത്ത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനായിരിക്കും അങ്ങനെ ഒരു പേര് കൊടുത്ത്? ചിലപ്പോൾ ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ നാട്ടുകാർ വന്നിട്ട് ഈ കുട്ടിയോട് പറയും, എടാ നിന്റെ മൂത്താപ്പന്മാരെ നിനക്കറിയോ? നിന്റെ വാപ്പാനെ കൊല്ലാൻ നോക്കിയ ആൾക്കാരെടാ, പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടത് കൊല്ലാനായിരുന്നു. അവരോട് മിണ്ടാൻ പാടില്ല, അവരെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല, അവരെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, അവരെ മക്കളോട് പോലും മിണ്ടാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും വന്ന് ഈ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി കൊടുക്കേണ്ട ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് പേര്. എല്ലാം മറക്കുക. മനാസേ. നല്ല ഓർമ്മകൾ മാത്രം ബാക്കിയാവുകയും നല്ലതല്ലാത്ത ഓർമ്മകൾ മറക്കുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ. വരാനിരിക്കുന്ന തലമുറകൾ വരെ ഓർക്കേണ്ടത് നമ്മൾ തെറ്റിയ കഥകളല്ല, നമ്മൾ സ്നേഹിച്ച കഥകളാണ്. നമ്മൾ തെറ്റിയ പിണങ്ങിയ കഥകളല്ല, നമ്മൾ സ്നേഹിച്ച സഹായിച്ച കഥകളാണ്. ആ കഥകൾ നിലനിൽക്കാനാണ് നിങ്ങളിങ്ങനെ ഈ കുടുംബ സംഗമങ്ങൾ നടത്തുന്നത്. എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.